മെസ്സിയുടെ പേരിലെ കള്ളക്കളിയിൽ സ്പോൺസർക്ക് വേണ്ടി അന്നത്തെ സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനവും. സ്പോൺസർക്ക് AFA ഈടാക്കിയ നഷ്ടപരിഹാരം ഒഴിവാക്കാൻ പിണറായി സർക്കാർ നയതന്ത്ര ഇടപെടൽ തേടിയതിന് തെളിവുകൾ പുറത്തുവന്നു. അർജന്റീനയിലെ ഇന്ത്യൻ അംബാസഡർക്ക് സർക്കാർ അയച്ച കത്ത് പുറത്ത്. അർജന്റീനയുടെ പിന്മാറ്റം സർക്കാരിനും സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുമെന്ന് കായിക വകുപ്പ് സെക്രട്ടറി കത്തിൽ പറയുന്നു. അതേസമയം മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിന്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെന്റ്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെന്റ് വെക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെന്റും യഥാർത്ഥത്തിൽ ഇതിന്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എന്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എല്ലാ മാർഗത്തും. റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. GST തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിഴ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ നയതന്ത്ര ഇടപെടൽ തേടിയതിൻ്റെ തെളിവുകളാണ് പുറത്തുവന്നത്. സ്പോൺസർ ഫീസ് അടക്കാൻ വൈകിയതിന് AFA ഈടാക്കിയ നഷ്ടപരിഹാരം ഒഴിവാക്കണമെന്നും അംബാസഡർ അടിയന്തരമായി ഇടപെടണമെന്നും കത്തിൽ പറയുന്നു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണം. 2025 ജൂലൈ 7-നാണ് കത്ത് അയച്ചത്. നഷ്ടം ഞങ്ങൾക്കുണ്ട്. അർജന്റീനയുടെ പിന്മാറ്റം സർക്കാരിനും സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമെന്നും കായിക വകുപ്പ് സെക്രട്ടറി പറയുന്നു. സർക്കാരിൻ്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നും ഫണ്ട് ശേഖരണം പ്രതിസന്ധിയിലാകുമെന്നും കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അർജന്റീന ടീമിൻ്റെ വരവ് സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഏർപ്പാടാണെന്നും കത്തിൽ സമ്മതിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.